പുതിയ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് മുന്നിൽ വെല്ലുവിളികൾ ഒട്ടേറെ. നേതാക്കളുടെ തമ്മിൽ പോരും ഗ്രൂപ്പ് രാഷ്ട്രീയവും തിരിച്ചടിയാകും. തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്ത് സണ്ണി ഡേയ്സ് സൃഷ്ടിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പുതിയ നേതൃത്വം. പ്രതീക്ഷയോടെ ഉറ്റുനോക്കി കോൺഗ്രസ് അണികൾ. കെ.പി.സി.സിയുടെ പുതിയ അധ്യക്ഷനായി അധികാരമേറ്റ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് മുന്നിൽ വെല്ലുവിളികൾ ഒട്ടേറെയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഐതിഹാസിക വിജയം നേടുമെന്നും വരാനിരിക്കുന്നത് സണ്ണി ഡേയ്സ് ആണെന്നും ഇന്ദിരാഭവനിൽ തടിച്ചുകൂടിയ അണികളെ സാക്ഷികളാക്കിയാണ് നേതാക്കൾ പ്രഖ്യാപിച്ചത്. എന്നാൽ സണ്ണി ജോസഫിന് മുന്നിലുള്ള വെല്ലുവിളികൾ അത്ര ചെറുതല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകൾ വീക്ഷിക്കുന്നവർക്ക് പറയാൻ കഴിയുക. അതിൽ ഏറ്റവും പ്രധാനം പാർട്ടിക്കുള്ളിലെ അലോസരങ്ങളും നേതാക്കൾ തമ്മിലുള്ള വടംവലികളും അവസാനിപ്പിച്ച് രമ്യാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി പുതുമുഖങ്ങളെ നേതൃരംഗത്ത് കൊണ്ടുവരണം എന്ന അഭിപ്രായം തന്നെയാണ് വലിയ വിഭാഗം നേതാക്കൾക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ആ നീക്കത്തോട് കെ സുധാകരന് യോജിപ്പുണ്ടായിരുന്നില്ല. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന വിധത്തിൽ ചില നേതാക്കൾ നടത്തിയ പ്രചരണങ്ങൾ സുധാകരനെ പ്രകോപിതനാക്കുകയും ചെയ്തു. എന്നാൽ നേതൃമാറ്റം വേണമെന്ന വാദത്തിൽ AICC നേതൃത്വവും ഉറച്ചു നിന്നതോടെയാണ് സുധാകരനെ സ്ഥാനമൊഴിഞ്ഞേ മതിയാകൂ എന്ന അന്തരീക്ഷമുണ്ടായത്. ഇതിനിടയിലാണ് ആന്റോ ആന്റണിയെ പ്രസിഡന്റാക്കാനുള്ള അണിയറ നീക്കങ്ങൾ ചിലർ ആരംഭിച്ചത്. എന്നാൽ കെ സുധാകരനെയും കെ മുരളീധരനെയും പോലെയുള്ള നേതാക്കൾ ആന്റോ ആന്റണിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നു. മാത്രമല്ല, ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുരളീധരനും ആന്റോ ആന്റണിയും പരസ്യമായി ഏറ്റുമുട്ടുകയും ചെയ്തു. പാർട്ടിയെ പിളർത്തിയവരാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളായി രംഗത്തുള്ളതെന്ന് മുരളീധരനെ ലക്ഷ്യം വെച്ച് ആന്റോ ആന്റണി തുറന്നടിച്ചതോടെ വടംവലികൾ കൂടുതൽ ശക്തമാവുകയായിരുന്നു. ആന്റോ ആന്റണിക്ക് പകരം തന്റെ ഇഷ്ടക്കാരൻ കൂടിയായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പാർട്ടി അധ്യക്ഷനാകുന്നതിൽ സുധാകരൻ താല്പര്യം പ്രകടിപ്പിച്ചതോടെ ആന്റോ ആന്റണി കളത്തിന് പുറത്തായി. ഇതിൽ കടുത്ത അസംതൃപ്തിയാണ് ആന്റോ ആന്റണിക്കും അനുയായികൾക്കും ഉള്ളത്. ഈ അസംതൃപ്തി സാമുദായിക വോട്ടുകളെ അടക്കം സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആന്റോ ആന്റണിയുടെ തട്ടകമായ തെക്കൻ ജില്ലകളിൽ ഈ വിധം അടിയൊഴുക്കുകൾ ഏതു വിധത്തിൽ പ്രതിഫലിക്കുമെന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. സണ്ണി ജോസഫ് അധികാരമേറ്റെടുത്ത വേളയിൽ ഇന്ദിരാഭവനിൽ കെ സുധാകരൻ നടത്തിയ പ്രസംഗം പാർട്ടിക്കുള്ളിലെ അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്ന വിധത്തിലായിരുന്നു. തനിക്ക് അനാരോഗ്യമാണെന്നും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെന്നും പ്രചരിപ്പിച്ചവർക്ക് കടുത്ത മറുപടിയാണ് സുധാകരൻ നൽകിയത്. തന്റെ കാലത്ത് കോൺഗ്രസിന് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കോട്ടങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല എന്ന് സമർത്ഥിക്കാനാണ് പ്രസംഗത്തിൽ ഉടനീളം സുധാകരൻ ശ്രമിച്ചത്. തന്നെ ചില നേതാക്കൾ ആസൂത്രിതമായി പരാജയപ്പെടുത്തിയതിലെ പ്രതിഷേധം കെ മുരളീധരൻ ഈ വേളയിലും ആവർത്തിച്ചു. വടകരയിലെത്തിയപ്പോൾ ഷാഫിയുടെ ഗ്രാഫ് ഉയർന്നു, തൃശ്ശൂരിൽ വന്നപ്പോൾ തന്റെ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞുവെന്ന് മുരളീധരൻ തുറന്നടിച്ചത് പല നേതാക്കൾക്കും നേരെയുള്ള കടുത്ത ആയുധം തന്നെയായിരുന്നു. പരസ്പരം പാരപണിയുന്ന VD സതീഷിനെയും രമേശ് ചെന്നിത്തലയെയും കെ മുരളീധരനെയുമെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുകയും സുധാകരനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തുകയുമാണ് പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഉടനെ തന്നെ എത്തുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിത്തട്ട് മുതലേ അഴിച്ചുപണിയും അനിവാര്യമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFനെ മുൻനിരയിൽ എത്തിച്ചാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തു തെളിയിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി സാമുദായിക സംഘടനകളെ അടക്കം ഒപ്പം നിർത്തേണ്ടതുണ്ട്. ഈ വിധത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് മാത്രമേ തന്റെ കാലം സണ്ണി ഡേയ്സ് ആണെന്ന് തെളിയിക്കാൻ സണ്ണി ജോസഫിന് കഴിയുകയുള്ളൂ. യുവനിരയിലെ കരുത്തരായ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും AP അനിൽകുമാറുമെല്ലാം വർക്കിംഗ് പ്രസിഡന്റുമാരായി ഒപ്പമുണ്ട് എന്നത് സണ്ണി ജോസഫിന് വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത്. പാർട്ടിക്കുള്ളിലെ അലോസരങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് കോൺഗ്രസിനെ പുതിയ പ്രസിഡന്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഏവരും പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത്.